ഒരു പ്രവർത്തന പാരമ്പര്യവും കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. 40 വർഷക്കാലത്തിലധികമായി ഇറുമ്പയത്ത് സജീവമായി നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് ജോസ് ക്ലബ്ബ്. അതിൻ്റെ സ്ഥാപക നേതാക്കളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഈ വേദിയിൽ ഇരിക്കുന്ന ശിവൻ സാറ്, നസീർ സാറ്, അവരുടെ എല്ലാം കാർമ്മികത്തിൽ തന്നെയാണ് ഞങ്ങളും ഇപ്പോൾ ഈ ക്ലബ്ബ് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും മാത്രമാണ് ഇത് ഇത്രയും നല്ല രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ഒരു പണി തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് കുറച്ച് നമ്മുടെ ക്ലബ് മെമ്പർമാർ കൂടിയായ നമ്മുടെ പുതിയ വാർഡ് മെമ്പർ ശ്രീ MP റോയി അവരുടെ ആദരവേറ്റുവാങ്ങുന്നതിനും നൽകുന്നതിനായി ശ്രീ ക്ലബിന്റെ ട്രഷറർ ക്രിസ്റ്റി മാധുവിനെ ആദരവ് ക്ഷണിക്കുന്നു. കെ ബിനിമോൾ അവരുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഏറെ സ്നേഹത്തോടും അതിലേറെ ആദരവോടും കൂടി സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാർക്ക് നമസ്കാരം പറയുന്നു. വളരെയധികം സന്തോഷത്തോടെയാണ് ജോസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 27ാമത് വാർഷികമാണ് ഇവിടെ കൊണ്ടാടുന്നത്. വളരെ സന്തോഷത്തോടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒത്തിരി നന്ദി നിങ്ങളോട് പറയുകയാണ്. 27 വർഷമായി ഇത് കൃത്യമായി നടന്നു പോവുകയും പ്രിയപ്പെട്ട സാധാരണ കുട്ടികളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ കടമ തന്നെയാണ് അവർ നിർവഹിക്കുന്നത്. ആ ഉത്തരവാദിത്വം തുടർന്നു വരുന്ന എന്റെ ചെറിയ കുട്ടികൾ തലമുറ അത് ഏറ്റെടുത്ത് ഇതിലും മികച്ച രീതിയിൽ നിങ്ങൾക്ക് തുടർന്നു കൊണ്ടുപോകാൻ കഴിയണം. നിങ്ങൾ എല്ലാവരും പോകാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഹൃദയപൂർവ്വം വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും. അടുത്ത ഒരു മീറ്റിംഗിൽ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് പഠനോപകരണ നമ്മുടെ ജോസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 27ാമത് വാർഷികം അല്ലെങ്കിൽ പഠനോപകരണ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള ഇന്നത്തെ ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോട് ആദ്യമേ തന്നെ എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇവിടുത്തെ ക്ലബ്ബ് ഭാരവാഹികളോട് എന്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ നാട്ടിലെ എല്ലാ മക്കൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. ഈ നല്ല പ്രവർത്തനങ്ങളും ഇവർ ആദ്യമേ തന്നെ പറഞ്ഞു, ക്ലബ്ബ് എല്ലാവിധ പ്രവർത്തനങ്ങളിലും കലാ, കായിക, സാംസ്കാരിക മേഖലകള്, ചാരിറ്റി പ്രവർത്തനങ്ങൾ എല്ലാത്തിലും ഈ ക്ലബ്ബ് വളരെയധികം വിദ്യാഭ്യാസപരമായ മേഖലകളിലേക്കും അവരെ കൈപിടിച്ച് നടത്താനും നല്ല നല്ല കാര്യങ്ങളിലേക്ക് അവർക്ക് പ്രചോദനം കൊടുക്കുവാനായിട്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്നത്തെ ചടങ്ങിന്റെ ഉദ്ഘാടകൻ ശ്രീ കെ ബിനിമോൾ MLA, ക്ലബിന്റെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന രഞ്ജിത്ത്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സരിത യൂസഫ്, പഞ്ചായത്ത് അംഗങ്ങളായ ജോഷ്മി ജോൺ, മാത്യു MP, സാജൻജി, വേദിയിലിരിക്കുന്ന വർഗീസ്, പ്രിയമുള്ള നാട്ടുകാരെ, നമ്മുടെ ക്ലബിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒക്കെ നിങ്ങൾക്കറിയാം. 1986 തന്നെ നമ്മൾ ആരംഭിച്ച സ്ഥാപനമാണ് ഈ ക്ലബ്ബ്. നമ്മുടെ കുളത്തിൻ്റെ ജംഗ്ഷനിൽ ഓണക്കളികൾ നടന്നപ്പോൾ ആ ഓണക്കളികളുമായിട്ട് രൂപാന്തരപ്പെട്ടു വന്ന ക്ലബ്ബാണ്. പിന്നീട് നമ്മൾ ജോസ്കോ എന്നൊരു പേര് സ്വീകരിക്കുകയും പ്രവർത്തിച്ചു പോവുകയും ചെയ്തത്. എല്ലാ മേഖലയിലും ജോസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. ഇവിടെ നടന്നുള്ള ഫുട്ബോൾ ടൂർണമെന്റ് ആയാലും
അതേപോലെ നമ്മുടെ നാട്ടിലെ രോഗികൾക്ക് ധനസഹായം നൽകുന്ന കാര്യം, ചികിത്സാ സഹായം നൽകുന്ന കാര്യത്തിലായെങ്കിൽ കൊറോണ പോലെയുള്ള കോവിഡ് പോലെ ആ സമയത്ത് ഓരോ വീടുകളിലും എത്തിച്ചേർന്ന് അവർ സഹായിച്ചതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ വളരെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ 27 വർഷമായി നമുക്ക് തുടർച്ചയായിട്ട് അവാർഡുകൾ, വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യാൻ കഴിയുന്നുണ്ട്. എൻ്റെ ഓർമ്മയിൽ നമ്മളെ ഈ 27 വർഷങ്ങളിൽ 3 പരിപാടിയിൽ മുഖ്യ അതിഥികളായി MLA-മാരെ തന്നെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുന്നുണ്ട്. ആദ്യത്തെ പരിപാടിയിൽ അന്നത്തെ മുഖ്യ അതിഥിയായി പങ്കെടുത്തത് നമ്മുടെ ഇന്നത്തെ കടുത്തുരുത്തി MLA ശ്രീ മോൻസ് ജോസഫ് അവர்களാണ്. അദ്ദേഹം അന്ന് ബിജുമോൻ MK യുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരികയും അന്ന് നമ്മൾ താഴായ ജംഗ്ഷനിൽ വെച്ചിട്ടാണ് 1997 ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത്. അന്ന് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയ സമയമായിരുന്നതുകൊണ്ട് ആ 97 എനിക്കും അതേപോലെ തന്നെ ഇടച്ചേരിക്കം, അരുൺ തുടങ്ങിയ ആളുകൾക്കെല്ലാം അവാർഡ് വിതരണം ചെയ്തുകൊണ്ടുള്ള പരിപാടി താഴെയിൽ വെച്ച് നടന്നു. നമുക്ക് അദ്ദേഹം ഈ ഇറുമ്പയത്തിന്റെ വികസനത്തിലും നാടിന്റെ മൊത്തമായ വികസനത്തിലും വലിയ സംഭാവന ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് വൈകത്തെ അവാർഡ് വാങ്ങുന്ന വിദ്യാർത്ഥികൾ നാളെ ഈ അവാർഡ് വിതരണ ചടങ്ങിന്റെ മുഖ്യ അതിഥിയായി മുമ്പോട്ട് വരുന്ന രീതിയിൽ വളർന്നു വരണം. അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. ഇവിടെ നമ്മൾ ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് വാങ്ങിയവരും +2 ഉയർന്ന മാർക്ക് വാങ്ങിയവരും ഒക്കെ എന്ത് ചെയ്യേണ്ടതാണ്? നാളെ ഇതേപോലെ വേദിയിൽ മുഖ്യ അതിഥികളായി നിർമ്മിക്കാനുള്ള കാര്യപ്രാപ്തി നേടി ഉയർന്നു വരണം എന്നൊക്കെ കാര്യം എനിക്ക് പറയാം. അതിന് നിങ്ങൾക്ക് കഴിയണം. നമ്മളിവിടെയുള്ള വിദ്യാർത്ഥികളിൽ സെലക്ട് ചെയ്തത്, കാരണം അവരിൽ എല്ലാവരെയും വേദി കിട്ടാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ, മഴയിലും പല കാരണങ്ങളാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. കാരണം എണ്ണം 22 കുട്ടികളാണ് അവാർഡ് വാങ്ങുന്നത്. അപ്പൊ 22 പേരും കൂടി വേദിയിലേക്ക് ഇരിക്കുന്ന ഒരു സാങ്കേതിക ബുദ്ധിമുട്ട്. റീഡിംഗ് റൂം തോന്നുന്നത്. കാരണം ഒരു ക്ലബ്ബാകട്ടെ ഒരു വിദ്യാർത്ഥി സമൂഹത്തിന്റെ എല്ലാ വളർച്ചയ്ക്കും മുന്നിലുണ്ടെന്നുള്ളതിന്റെ ഏക തെളിവാണ് ഒരു ക്ലബ്ബിൽ റീഡിംഗ് റൂം ഉണ്ടാകുക എന്നുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ ജോസഫ് ക്ലബ്ബ് ഇന്ന് നടത്തി വരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ നാടിന് മാതൃകയാണ്. വളരെ അഭിമാനവുമാണ് ഇതിന്റെ പ്രവർത്തകർക്ക് ഒരു ആശംസകൾ അറിയിച്ചുള്ളത്. നമുക്ക് മുന്നോട്ട് ഞാൻ എൻ്റെ വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെയും വേണ്ടതായ എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. വീണ്ടും എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാർഡിൽ കഴിയണം. നമ്മളോട് പലരും ചോദിക്കും, നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് ആരാകണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹങ്ങളെല്ലാം പറയുന്നില്ല, നമ്മൾ ഡോക്ടറാണോ എഞ്ചിനീയറാണോ അങ്ങനെ വിവിധങ്ങളായ നിലയിൽ എത്തിച്ചേരണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. നല്ല നിലയിൽ എത്തിച്ചേരണം എന്നുള്ളതൊക്കെ വലിയ കാര്യമാണെന്ന് തന്നെയും ഒപ്പം തന്നെ നമുക്ക് നല്ല ഒരു മനുഷ്യനായി തീർന്നുകൊണ്ട് പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി തീർന്ന് നല്ല ഒരു പൊതുസമൂഹം വാർത്തെടുക്കുവാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ആ വിദ്യാഭ്യാസം, നിങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം ഉപകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയുകയാണ്.
അദ്ദേഹത്തിന്റെ ഏറ്റവും എളിമയിൽ നിന്നുള്ള ആ വാചകങ്ങൾ നമ്മളെ തീർച്ചയായും നമ്മുടെ നാടിനെ പുരോഗതിയുടെ പാതയിലേക്ക് വരും. അതിലൂടെ നമ്മുടെ ക്ലബിനും പുരോഗതി ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ MLA-ക്ക് ഈ ക്ലബിന്റെയും ഈ നാടിന്റെയും അകൈതമായ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു.